ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പുറത്തു പോകാൻ കഴിയാതെ ആകെ ടെൻഷനോടെ നിൽക്കുന്ന കൃഷ്ണയുടെ അരികിലേക്ക് എത്തി കീർത്തിയും അവിടെ നിന്ന് ഉദയനും നിർമ്മലയും ഒക്കെ പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൈയോടെ പിടികൂടും. ഇനി നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അതായത് നീയും നിന്റെ ഡ്യൂപ്ലിക്കേറ്റും കൂടി വരുമ്പോൾ, അപ്പോൾ നിന്നെ ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ടിട്ടാണെങ്കിലും മറ്റവളെ കണ്ടെത്തി ഞങ്ങൾ ഇവർക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉദയം പറഞ്ഞു, അത് നല്ലൊരു ഐഡിയ ആണല്ലോ നിർമ്മലെ, ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കെട്ടിയിട്ടിട്ട് മറ്റവളെ അന്വേഷിച്ച് പോയാലോ എന്ന് ചോദിച്ചതും, നിങ്ങൾ വാ മനുഷ്യ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഉദയനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം കൃഷ്ണ പതിയെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാറിൽ യാത്ര തുടർന്ന ശ്രീനിവാസും ഗാഥയും മോളിക്കുട്ടിയെ നോക്കി ഗാഥ ദേഷ്യപ്പെട്ടു. ഇതെങ്ങോട്ട് ഇയാളെന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ദേഷ്യത്തോടെ ഗാഥ മോളിക്കുട്ടിയോട് ചോദിച്ചപ്പോൾ മോളിക്കുട്ടി പറഞ്ഞു, തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കാവോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഞാൻ ഒന്ന് സോൾവ് ചെയ്തു തരാമെന്ന് മോളിക്കുട്ടി പറഞ്ഞതും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ശ്രീനിവാസ് ചോദിച്ചു, അല്ല ഇതെന്ത് പറ്റി, രണ്ടുപേരും ആകെ സൈലന്റ് ആയിട്ടിരിക്കുന്നു, പിന്നെ ഈ പരസ്പരം ഇങ്ങനെ രഹസ്യം പറയുന്നത് എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ മോളിക്കുട്ടി പറഞ്ഞു, അത് പിന്നെ കൃഷ്ണ ചോദിക്കുക, ഏതൊക്കെയോ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും അനിയൻ സാർ അതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ എന്ന്. ഉടനെ ശ്രീനിവാസ് പറഞ്ഞു, ഏയ് എൻ്റെ മോൾ അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല, അവൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവൾ നേരിട്ട് തന്നെ ചോദിക്കും, അല്ലാതെ ഇങ്ങനെ ഇടനിലക്കാരെ ഒരു കാരണവശാലും അവൾ വിളിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മോളിക്കുട്ടിയോട് അങ്ങനെ താൻ ചോദിക്കില്ല എന്നുള്ള രീതിയിലുള്ള ശ്രീനിവാസിന്റെ മറുപടി കേട്ട് ഗാഥ പറഞ്ഞു, ഹേ അങ്ങനെയല്ല അച്ഛാ, ഞാനിപ്പോൾ മോൾക്കുട്ടിയോട് പറയുകയുണ്ടായി, അച്ഛൻ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും പോകുന്നില്ലല്ലോ എന്ന്. ഇനി വേറെന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ ഉണ്ടായിട്ടാണോ എന്ന് സംശയിച്ചു, അതുകൊണ്ടാ എന്നിങ്ങനെ ഗാഥ മറുപടി നൽകുമ്പോൾ ഇത് കേട്ട ശ്രീനിവാസ് പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ, നമുക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ടേ പോകുന്നുള്ളൂ, അല്ലാതെ തിടുക്കപ്പെട്ട് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് അവരങ്ങനെ സംസാരിച്ചു. അങ്ങനെ പോകാനായിട്ട് തീരുമാനം എടുത്തതും ഉടനെ മോളിക്കുട്ടി വേഗം തന്നെ ഫോൺ എടുത്ത് കൃഷ്ണയ്ക്ക് മെസ്സേജ് അയച്ചു. കൃഷ്ണ ഫോൺ എടുത്ത് നോക്കിയതും അവർ ചെല്ലുന്ന ആ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടേക്ക് എത്രയും വേഗം കൃഷ്ണ എത്തിച്ചേരണമെന്നും ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നും മറുപടി തന്നതോടെ വേഗം പോകാനായിട്ട് കൃഷ്ണ ഒരുങ്ങി. കൃഷ്ണ നടന്നു നീങ്ങി പിന്തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും പിന്നിൽ നിൽക്കുകയാണ് സുമിത്ര. സുമിത്ര കൈയോടെ കൃഷ്ണയെ പിടികൂടിയിട്ട് പറഞ്ഞു, മോളിത് എങ്ങോട്ടാ, അല്ല ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് കരുതിയെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണയോട് സുമിത്ര പറഞ്ഞു, പുറത്തൊക്കെ പോക്കോ, പക്ഷെ ഇപ്പോൾ പോകാൻ പറ്റില്ല, ഇവിടെ കണി ഒരുക്കണം, അതിന് എല്ലാം മേൽനോട്ടം നടത്തേണ്ടത് മോളാ, അതുകൊണ്ട് മോള് വന്നേ നമുക്ക് കണി ഒരുക്കിയിട്ട് പുറത്തു പോയിക്കോ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം കൃഷ്ണയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കൃഷ്ണ വേഗം തന്നെ കണി ഒരുക്കുമ്പോഴേക്കും അവിടെ വന്ന സുമിത്ര അതിശയപ്പെട്ടു, കൊള്ളാലോ, ഇത്ര പെട്ടെന്ന് മോള് കണി ഒരുക്കിയോ, സത്യത്തിൽ ഞാൻ കണി ഒരുക്കാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഒരു കുറവ് വരും, അത് ഇവിടെ വന്ന് നന്ദേട്ടനോ അമ്മയോ ചോദിക്കുമ്പോഴാണ് ഞാനത് പൂർത്തിയാക്കുക, പക്ഷേ ഇവിടെ ഇപ്പോൾ മോളെല്ലാം കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അത് കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ നന്ദനും മുത്തശ്ശിക്കും വലിയ സന്തോഷമായി. കൃഷ്ണമോള് തന്നെയാണ് അത് ചെയ്തതെന്നുള്ള സന്തോഷത്തിൽ അവരങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടെ ഗാഥയെ കണ്ടെത്താൻ ശ്രമം നടത്തിയിട്ട് പരാജയപ്പെട്ടതിൻ്റെ പേരിൽ തല്ലുകൊണ്ട് വേദനയോടെ ഇരിക്കുന്ന ഉദയൻ്റെ അരികിലേക്ക് നിർമ്മലയും കീർത്തിയെത്തി. ഉടനെ ഉദയം പറഞ്ഞു, അമ്മയുടെ തല്ല് എല്ലായ്പ്പോഴും കിട്ടാറുള്ളത് കൊണ്ട് അതിപ്പോൾ ഒരു തലോടൽ പോലെയാ, പക്ഷേ ഇന്ന് ആ പെൺകൊച്ചിൻ്റെ ആ മോളിക്കുട്ടിയുടെ അടി അത് പറയാതിരിക്കാൻ വയ്യ, അതൊരു ഒന്നൊന്നര അടി തന്നെയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് മുഖം തടവിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഉദയനോട് നിർമ്മല പറഞ്ഞു, അല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം, എപ്പോഴും ഈ തല്ല് കൊള്ളാനല്ലാതെ എന്ന് പറഞ്ഞപ്പോൾ ഉദയം പറഞ്ഞു, അതെ, നിങ്ങൾ അമ്മയും മോളും വരുത്തി വെക്കുന്നതിൻ്റെയൊക്കെ പരന്തഫലം അനുഭവിക്കുന്ന ഞാനാണല്ലോ, എൻ്റെ വിധി എന്ന് പറഞ്ഞ് അങ്ങനെ വിഷമിച്ച് ഉദയൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഇരുന്ന് ഒരു ഫോൺ റിങ് ചെയ്തത്. മെസ്സേജ് വന്നതിൻ്റെ ടൂൺ കേട്ടത്. ഇതെന്താണെന്ന് ആരുടെ ഫോണാണെന്നുള്ള രീതി പിന്തിരിഞ്ഞ് നോക്കിയ നിർമ്മല ആ ഫോൺ കണ്ടതും ഇത് ആരുടെ ഫോണാ എന്ന് സംശയപ്പെട്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് കീർത്തി ആ ഫോൺ മേടിച്ചത്. ഇത് ആരുടെ ഫോണാ മോളെ എന്ന് നിർമ്മല അന്വേഷിച്ചപ്പോൾ ഇത് ഗാഥയുടെ ഫോണാ എന്ന് കീർത്തി മറുപടി നൽകി. അത് ശരി, എന്നാൽ നീ മോളൊരു കാര്യം ചെയ്യ്, അതങ്ങ് തല്ലിപ്പൊടിച്ച് കളഞ്ഞേക്ക്, അവളോടുള്ള വൈരാഗ്യം നമുക്കങ്ങ് തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ കീർത്തി പറഞ്ഞു, അതല്ലമ്മേ, ഇതുകൊണ്ടൊരു പ്രയോജനമുണ്ട്, നമുക്ക് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ആ ഗാഥ തന്നെയാണോ അതോ അവളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അവളിപ്പോൾ വിഷുക്കണി അവിടെ ഒരുക്കിയിട്ടുണ്ട്, അതിൽ യാതൊരു പോരായ്മയില്ലാതെ നല്ല ഭംഗിയായിട്ട് അവൾ ചെയ്തിരിക്കുന്നത്, സിത്താരയുടെ മകളായ ആ മോഡേൺ ഗേളിന് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഇത് ആ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എനിക്കൊരു സംശയമുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഇത് ഗാഥയുടെ ഫോണല്ലേ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ഫിംഗർ പ്രിൻ്റാണ് അതിൻ്റെ ലോക്കായി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ ഗാഥയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് കീർത്തി അറിയിച്ചു. അമ്മേ, നമുക്ക് ഈ ഫോണുമായിട്ട് ചെന്ന് ആ ഗാഥയോട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറയാം, അവളുടെ ഫിംഗർ പ്രിൻ്റ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവൾ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം, അല്ല എങ്കിൽ ഇത് മറ്റവളാണ്, അതിൽ യാതൊരു സംശയമില്ല. അത് കേട്ടതും ഇത് നല്ലൊരു ഐഡിയ, ഇപ്പം തന്നെ എല്ലാവർക്കും മുന്നിൽ ആ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് 3 പേരും കൂടി ആ മൊബൈൽ ഫോണുമായിട്ട് നേരെ കൃഷ്ണക്കരികിലേക്ക് ചെന്നു. അവിടെ വിഷുക്കണി ഒരുക്കി വെച്ചിരിക്കുന്നിടത്തേക്ക് എത്തിയതോടെ കൃഷ്ണയുടെ അടുത്ത് എത്തിയിട്ട് ഗാഥ ആ കീർത്തിയെ ഫോൺ കാണിച്ചിട്ട് ചോദിച്ചു, അല്ല ഈ ഫോൺ അതാണെന്ന് നിനക്കറിയാവോ? ഉടനെ കൃഷ്ണ പറഞ്ഞു, ഇത്
എൻ്റെ ഫോണാ എന്ന് പറഞ്ഞതും, ശരി നിൻ്റെ ഫോണാണല്ലോ, എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫോണിൻ്റെ ലോക്ക് ഒന്ന് അഴിച്ചേ എന്ന് പറഞ്ഞ് ആ ഫോൺ കയ്യിലേക്ക് കൊടുത്തു. കൃഷ്ണ വല്ലാത്ത ടെൻഷനിലായി. എൻ്റെ ഈശ്വരാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആകെ ആശങ്കപ്പെട്ട് അങ്ങനെ കൃഷ്ണ നിൽക്കുമ്പോഴാണ് അവിടെ ക്ഷേത്രത്തിലെത്തിയതും വണ്ടി നിർത്തി കൃഷ്ണന് ശ്രീനിവാസ് പറഞ്ഞു, മോളെ ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടങ്ങ് പോകാം, ഇവിടുന്ന് തന്നെ തുടങ്ങിയേക്കാം, ഇറങ്ങു മക്കളെ എന്ന് പറഞ്ഞ് ശ്രീനിവാസ് കാറിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും ഗാദിക്ക് വല്ലാത്ത ദേഷ്യമായി. ദേ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇയാളത് എങ്ങോട്ടാ വിളിച്ചുകൊണ്ട് പോകുന്നത്, ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഗാദി അങ്ങ് ഇരിക്കുമ്പോഴേക്കും മോളിക്കുട്ടി പറഞ്ഞു, ദേ മര്യാദയ്ക്ക് ഇറങ്ങിക്കോ, പ്രശ്നം ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ദേ ശ്രീനിവാസ് സാറിന് എന്തെങ്കിലും സംശയം തോന്നും കേട്ടോ എന്ന് പറഞ്ഞു. രണ്ടുപേരും ഇറങ്ങാത്തത് കൊണ്ട് ശ്രീനിവാസ് വേഗം അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല എന്തു പറ്റി, നിങ്ങൾക്ക് ആർക്കാ പ്രശ്നം, എന്താ ആകെ ഒരു സൈലൻസ് എന്ന് ചോദിച്ചപ്പോൾ, ഏയ് എന്ത് പ്രശ്നം, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങളുടെ ഇറങ്ങുമോ സാറേ എന്ന് പറഞ്ഞ് ഗാഥയും വിളിച്ചുകൊണ്ട് മോളിക്കുട്ടിയും ഗാഥയും കൂടി വേഗം പുറത്തേക്ക് ഇറങ്ങി. മര്യാദയ്ക്ക് ഇങ്ങ് നടന്നു വാ, സാറിന് എന്തെങ്കിലും സംശയം തോന്നിയാലുണ്ടല്ലോ ഇന്നത്തോടെ എല്ലാം പൊളിയും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഗാഥയെ വിളിച്ചുകൊണ്ട് പോരുമ്പോൾ ശ്രീനിവാസ് സംശയത്തോടെ ഗാഥയെ നോക്കി. എന്നിട്ട് ചോദിച്ചു, മോളെ ഞാനൊരു കാര്യം മോളോട് ചോദിക്കട്ടെ, മോൾക്ക് നവീനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ഉടനെ ഗാഥ പറഞ്ഞു, നവീനെക്കുറിച്ച് എന്താ അഭിപ്രായം, നല്ല അഭിപ്രായം തന്നെ എന്ന്. എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് വളരെ ഗൗരവത്തോടെ ഗാഥ ചോദിച്ചപ്പോഴേക്കും ശ്രീനിവാസ് പറഞ്ഞു, ഏയ് ഒന്നുമില്ല, മോളൊരാളെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞാൽ പിന്നെ അക്കാര്യത്തിൽ സംശയിക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞ് ശ്രീനിവാസ് വരാൻ പറഞ്ഞുകൊണ്ട് വേഗം ക്ഷേത്രത്തിലേക്ക് കയറി. ഈ സമയത്ത് കൃഷ്ണ ഈ ഫോണിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചങ്ങിരിക്കുമ്പോഴാണ് കൃഷ്ണ ഫിംഗർ പ്രിന്റ് ഡിറ്റക്റ്റ് ചെയ്യുമെന്ന് അറിയാനായിട്ട് വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതിലേക്ക് സിതാരയുടെ കോള് വന്നു. വേഗം കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ മമ്മി എന്ന് കൃഷ്ണ ഇങ്ങനെ സംസാരിച്ചു. ഇത് കണ്ടതോടെ കീർത്തി പറഞ്ഞു, ഏയ് കോളൊന്നും വന്നിട്ടില്ല, റിംഗ് ടോണൊന്നും കേട്ടില്ലല്ലോ, ഇവള് വെറുതെ കാണിക്കുന്നതാ, ഇവളോട് ഫോൺ എടുക്കാൻ ഓപ്പൺ ചെയ്യാൻ പറ എന്ന് പറഞ്ഞ് കീർത്തി ബഹളം ഉണ്ടാക്കി. ഉടനെ കൃഷ്ണ പറഞ്ഞു, അതെ ശരി, ഞാൻ വെറുതെ പറയുന്നതെന്ന് വെച്ചാൽ ഇതാ നോക്കിക്കോ, ഇപ്പം ഞാൻ ലൗഡ് സ്പീക്കർ ഇടാമെന്ന് പറഞ്ഞ് സ്പീക്കറിലിട്ടതും സിത്താര അതിനകത്ത് നിന്ന് സംസാരിച്ചു. ഹലോ ഹലോ മോളെ, ഗാഥ എന്ന് സിത്താര വിളിക്കുന്നത് കേട്ടു. അപ്പോഴേക്കും എല്ലാവർക്കും സംശയം മാറി. ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ, ഏയ് ഇത് ഇവള് മനഃപൂർവ്വം എല്ലാവരും പറ്റിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞതും സുമിത്ര പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയുണ്ടായി, നിങ്ങൾ ഇതുപോലെ ഓരോ പദ്ധതികളുമായിട്ട് വന്നാൽ ഇനി നിങ്ങൾക്ക് കിട്ടുന്ന പണി എന്താണെന്ന്. ഇപ്പോൾ നിങ്ങൾ ഈ വീട് മുഴുവൻ തറ മുഴുവൻ തുടയ്ക്കണം, എന്നിട്ട് വിഷുക്കണി ഒരുക്കുന്നതിന് പൂജാമുറിയെല്ലാം അലങ്കരിക്കുകയും ചെയ്യണം, പിന്നെ ഇവിടെ എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കണം, വീടും പരിസരം മുഴുവൻ, ഗാർഡനും വൃത്തിയാക്കണം. ഇതാണ് നിങ്ങൾക്ക് 3 പേർക്കുള്ള ഇതിന് ശിക്ഷയെന്ന് അറിയിച്ചു. അത് കേട്ടതോടെ ഉദയന സന്തോഷമായി. ഓ നന്ദി സുമിത്രേ, ഇന്നെങ്കിലും തല്ല് കൊള്ളിക്കാതെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് ഉദയനങ്ങൾ നിൽക്കുമ്പോഴേക്കും ഉടനെ ഗാഥയോട് കൃഷ്ണയോട് സുമിത്രയും മുത്തശ്ശിയൊക്കെ പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ, അവരുടെ എപ്പോഴത്തെ സംഭവങ്ങൾ എങ്ങനെയാണെന്നും അവരുടെ ഓരോ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും മോൾക്ക് അറിയാവല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടതോടെ കൃഷ്ണ പറഞ്ഞു, സാരയില്ല അമ്മേ, അവരിങ്ങനെ ഓരോന്നും എപ്പോഴും ചെയ്യുന്നതല്ലേ, അത് സാരയില്ല എന്ന് പറഞ്ഞപ്പോൾ സുമിത്ര പറഞ്ഞു, കണ്ടില്ലേ അമ്മേ, എന്തൊരു മാറ്റാ ഗാഥ മോൾക്ക്, ഇന്നത്തെ നാഗപൂജയുടെ ഫലവാ ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞ് കൃഷ്ണയെ വിളിച്ചുകൊണ്ട് സുമിത്ര പോകുമ്പോൾ ഉടനെ നന്ദനോട് മുത്തശ്ശി പറഞ്ഞു, ഇത് സുമിത്രയ്ക്ക് അറിയില്ലല്ലോ ഈ വന്നിരിക്കുന്നത് കൃഷ്ണമോളാണെന്നുള്ള കാര്യം, മോള് ഇതിലൊക്കെ പങ്കെടുക്കുമെന്നുള്ള കാര്യം അത് ഈശ്വര നിശ്ചയമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അത് പൂജാരി പറയുകയും ചെയ്തു. എന്നാൽ നവീൻ്റെ കൂടെ ചേരേണ്ടവളും കൃഷ്ണ തന്നെയാ. പക്ഷേ ഒരു കാരണവശാലും ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഇവിടെ വരാൻ പാടില്ല. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പിടികൂടെന്ന് പറഞ്ഞാലല്ലേ അവറ്റകൾ ഇങ്ങനെ നടക്കുന്നത്. നവീനെ മുന്നിൽ വെച്ച് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും നവീനെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാകെ ടെൻഷനായി. ഉടനെ നന്ദൻ പറഞ്ഞു, സാരയില്ലമ്മേ, എന്തായാലും വിഷുവിൻ്റെ ആഘോഷമൊക്കെ തീരുവല്ലോ ഭംഗിയായി, അതങ്ങ് കഴിയട്ടെ, കൃഷ്ണമോൾ എത്തിയത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ കൃഷ്ണ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് സിത്താര അവിടെ സിനിയോടാകെ ടെൻഷനോടെ പറഞ്ഞു, മോളെ ഇത്രയും നേരം വിളിച്ചിട്ട് കിട്ടിയില്ല, മോള് കോൾ എടുത്തിട്ട് ഹലോ പറഞ്ഞിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ, എന്തായിരിക്കും സിനി, നീ ഇപ്പം ഇങ്ങോട്ട് വിളിക്കാത്തതും എന്തായാലും ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ച് സിത്താര വീണ്ടും ഗാഥയുടെ ഫോണിലേക്ക് വിളിച്ചു. കൃഷ്ണ വേഗം കോൾ അറ്റൻഡ് ചെയ്തതോടെ മോളെ ഗാഥ എന്ന് വിളിച്ചപ്പോൾ സിത്താരോട് പറഞ്ഞു, മേഡം ഇത് ഞാനാ കൃഷ്ണ, എന്താ കൃഷ്ണ നീ എന്താ ഈ ഫോൺ എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ, മേഡം ദേഷ്യപ്പെടരുത്, ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ കൃഷ്ണ അറിയിച്ചു. എല്ലാം കേട്ടതോടെ സിത്താരയ്ക്ക് വല്ലാത്ത ദേഷ്യമായി. സിത്താര ചോദിച്ചു, എന്താ കൃഷ്ണ നീ പറയുന്നത്, എൻ്റെ മോളെ നീ എന്തൊരു വലിയ അപകടത്തിലാണ് കൊണ്ട് ഞാൻ എത്തിച്ചിരിക്കുന്നത് അറിയാവോ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ എൻ്റെ മോളുടെ ജീവിതത്തിൽ ഒരു ഭീഷണിയായിട്ട് നീ വരരുതെന്ന്, നീ അത് പലപ്പോഴും പ്രാവർത്തികമാക്കുകയും ചെയ്തു, നീ തന്ന വാക്ക് പാലിക്കുകയും ചെയ്തു,
എന്നിട്ടിപ്പോൾ നീ ചെയ്തതെന്താ? എന്തായാലും നീ എൻ്റെ മോളെ പറഞ്ഞയച്ചിട്ട് നവീൻ്റെ ഒപ്പം അവിടെ കഴിയാന്നാണോ നിന്റെ വിചാരം എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണ പറഞ്ഞു, ഇല്ല മാഡം, ഞാൻ ഇക്കാര്യം ഒന്നും അച്ഛനോട് പറഞ്ഞിട്ടില്ല. നവീനെക്കുറിച്ചൊന്നും ഞാൻ അച്ഛനോട് ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. ഇപ്പോൾ അവരൊരു ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കോളാം. എന്നിട്ട് അവിടെ എത്തിയതിന് ശേഷം ഗാഥയെ ഇവിടെ തിരിച്ചെത്തിച്ചോളാം ഞാൻ. മാഡം അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് കൃഷ്ണ ഫോൺ വയ്ക്കാൻ തുടങ്ങുമ്പോൾ സിത്താര പറഞ്ഞു, ഇപ്പോഴും ഞാൻ നിന്നെ വിശ്വസിക്കുക. ഇത്രയും വലിയൊരു ആപത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടും നിന്റെ വാക്കുകളെ ഞാൻ വിശ്വസിക്കുക കൃഷ്ണ. എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ ആ കുരുക്കിൽ നിന്ന് രക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞ് കൃഷ്ണയോട് താക്കീത് നൽകുന്നു സിത്താര.